ഡോക്ടർ വന്ദന എന്ന മിടുക്കി കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ ആകെ കണ്ണീർ വാർത്തു. ആ കണ്ണീര് ഇന്നും ശമിച്ചുവോ എന്ന് ചോദിച്ചാൽ ഇല്ല. വിചാരണ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് നീതി കിട്ടും വരെ നമ്മുടെ ആകെ മനസ്സിൽ ആ വിങ്ങൽ അവശേഷിക്കും. നീതി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എങ്കിലും നമ്മുടെ രാജ്യത്ത് ഡോക്ടർമാർ സുരക്ഷിതരാണ്, പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാർ സുരക്ഷിതരാണ്. അല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നാൾക്ക് നാൾ പെരുകി വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്ത് ഉടനീളം അങ്ങനെ തന്നെയാണ്. വാർത്തകളിൽ എന്നും കാണാം ഡോക്ടർമാർ ആക്രമിക്കപ്പെട്ടു, ആശുപത്രിയിൽ അക്രമ സംഭവം അരങ്ങേറി എന്നൊക്കെ. കേരളത്തിൽ ഒരു പരിധിവരെ അതിന് നിയന്ത്രണങ്ങളുണ്ട്. CCTV മിക്കവാറും എല്ലാ ആശുപത്രികളിലും സ്ഥാപിച്ചു കഴിഞ്ഞു. എല്ലാ ആശുപത്രികളിലും പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. സെക്യൂരിറ്റി കർശനമാക്കിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ സുരക്ഷ ഒരു പരിധിവരെ കേരളത്തിൽ ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ എന്ന് സർക്കാർ നമുക്ക് വാഗ്ദാനമെങ്കിലും ചെയ്യുന്നുണ്ട്. എന്നാൽ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അങ്ങനെയല്ല. RG കാർ മെഡിക്കൽ കോളേജിൽ നടന്ന അതിദാരുണമായ സംഭവത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കാം നമുക്ക്. PG കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടി, വനിതാ ഡോക്ടർ, സെമിനാർ ഹാളിലായിരുന്നു ആ പെൺകുട്ടി ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടിയെ പിറ്റേ ദിവസം അവരുടെ സഹപാഠികൾ കാണുന്നത് മരിച്ച് കിടക്കുന്നതാണ്. ദേഹമാസകലം മുറിവുകൾ, കണ്ണട പൊട്ടി കണ്ണും വായുമൊക്കെ മുറിഞ്ഞിരിക്കുന്നു. ക്രൂരമായ പീഡനത്തിന് ഇരയായിരിക്കുന്നു. പ്രതിയായ സഞ്ജയ് എന്ന ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളാകട്ടെ 4 തവണ വിവാഹം കഴിച്ച വ്യക്തി, സെക്സ് വീഡിയോകൾക്ക് അടിമ, പോലീസായി ട്രെയിനിങ് കിട്ടിയ ആൾ, പോലീസിന് വേണ്ടി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ട്രാഫിക് വാർഡനായും മറ്റുമൊക്കെ ജോലി ചെയ്തിരുന്ന വ്യക്തി. അയാൾ പലപ്പോഴും ആശുപത്രിക്കുള്ളിൽ കറങ്ങി നടക്കുന്നത് കാണാമായിരുന്നു. ആർക്കും അയാളെ സംശയമില്ല. അയാളാണ് കുറ്റവാളി. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എങ്ങനെയുണ്ട് നമ്മുടെ ആശുപത്രിയിലെ വനിതാ ഡോക്ടർമാരുടെ സുരക്ഷ? സമരം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. കോവിഡ് കാലത്ത് എത്ര ഡോക്ടർമാർ മരിച്ചുവെന്ന് നിങ്ങൾക്ക് അറിയാമോ? കോവിഡ് കാലത്ത്, ഒന്നാം ഘട്ട കോവിഡ് കാലത്ത് 734 ഡോക്ടർമാരാണ് മരിച്ചത്. ഒരു അനൗദ്യോഗിക കണക്കാണ്. 734 പേർ, എന്നെയും നിങ്ങളെയും ചികിത്സിക്കാൻ വേണ്ടി PP കിറ്റും ഒക്കെ ഇട്ട് ആശുപത്രികളിൽ ഓടി നടന്ന ആളുകൾ 734 പേർ മരിച്ചുപോയി. ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം കോവിഡ് വന്നപ്പോൾ അതുപോലെ 798 ഡോക്ടർമാർ മരിച്ചു. ആരോഗ്യരംഗത്ത് മറ്റ് ആളുകളും മരിച്ചിട്ടുണ്ട്. നഴ്സുമാർ മരിച്ചിട്ടുണ്ടാകാം, നഴ്സിംഗ് അസിസ്റ്റന്റ് ആളുകൾ മരിച്ചിട്ടുണ്ടാകാം. ഈ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഡോക്ടർമാരുടെ സംഖ്യ ഞാൻ കണക്ക് എടുത്ത് പരിശോധിച്ച ശേഷം പറയുകയാണ്. 798 പേർ കോവിഡിൻ്റെ രണ്ടാം ഘട്ട ആക്രമണ കാലത്ത് മരിച്ചുപോയി. 734 പേർ അതിന് മുന്നേ മരിച്ചുപോയി. ആലോചിച്ച് നോക്കുക. എന്നെയും നിങ്ങളെയും ശുശ്രൂഷിക്കാൻ, സംരക്ഷിക്കാൻ, നമുക്ക് വേണ്ട മരുന്ന് നൽകാൻ ഒക്കെ ഓടി നടന്ന ആളുകളാണ് മരിച്ചുപോയത്. ഇങ്ങനെ എന്നെയും നിങ്ങളെയും ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ് ആശുപത്രിയുടെ ഇടനാഴികളിലും, ആശുപത്രിയുടെ സെമിനാർ ഹാളുകളിലും, ആശുപത്രിയുടെ വിശ്രമ മുറികളിലും, ആശുപത്രിയുടെ ചികിത്സാ മുറികളിലും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരകളാക്കപ്പെടുന്നത്. ഇത് സമരം കൊണ്ട് തീരുന്നതാണോ? ഒരു സമരം വിളിച്ചാൽ അവസാനിക്കുന്നതാണോ ഈ പീഡനങ്ങൾ? അല്ലെങ്കിൽ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് തീരുന്നതാണോ ഇത്? സ്വയം പ്രതിരോധത്തിന് ഡോക്ടർമാർ തയ്യാറായാൽ മാത്രം മതിയോ ഈ പീഡനങ്ങൾ അവസാനിക്കാൻ? ആ പെൺകുട്ടിയുടെ മുറിവുകൾ നോക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എണ്ണി പറയുന്നുണ്ട്. വയറ്റിൽ മുറിവുണ്ട്, കാൽപാദങ്ങൾ, കൈകളിൽ ഒക്കെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി അയാളെ തള്ളിമാറ്റാൻ ശ്രമിച്ചപ്പോഴുണ്ടായ മാരകമായ മുറിവുകൾ. എന്ത് ക്രൂരമായിട്ടായിരിക്കണം അയാൾ ആ പെൺകുട്ടിയെ കൊന്നു തള്ളിയത്? എന്ത് ക്രൂരമായിട്ടായിരിക്കണം ആ പെൺകുട്ടിയോട് അയാൾ പെരുമാറിയത്? പെട്ടെന്ന് ഓർമ്മ വന്നത് ജിഷ കൊലക്കേസാണ്. ജിഷയോട് ആ പ്രതി ചെയ്ത ക്രൂരതയാണ്, ജിഷയ്ക്ക് ഉണ്ടായ മുറിവുകളാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇങ്ങനെ ഇത്രമാത്രം പീഡിപ്പിക്കാൻ, ഇത്രമാത്രം ക്രൂരമായി പെരുമാറാൻ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്രമാത്രം ക്രൂരമായി ഒരു ഡോക്ടർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഡോക്ടർമാർ സുരക്ഷിതരല്ല. ആശുപത്രികളിൽ അവർ സുരക്ഷിതരല്ല. രോഗികളായ ഞാനും നിങ്ങളും സുരക്ഷിതരാണ് ആശുപത്രിയിൽ. രോഗികളായി എത്തുന്ന നമ്മൾ രോഗം മാറി തിരിച്ച് വീട്ടിലെത്തുന്നു. എന്നാൽ നമ്മളെ പരിശോധിക്കുന്ന, നമുക്ക് മരുന്നുകൾ കുറിച്ച് നൽകുന്ന ഡോക്ടർമാർ, പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാർ സുരക്ഷിതരല്ല എന്ന ആശങ്ക വളരെ വലിയ ആശങ്ക തന്നെയാണ്. രാജ്യം ഉറ്റുനോക്കേണ്ട ആശങ്ക തന്നെയാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യമൊന്നാകെ തന്നെ
ഈ ഡോക്ടർമാർക്കുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടേ തീരൂ എന്നത് തന്നെയാണ് വാസ്തവം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.